യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ അടിപൊളി അഡാറായിട്ടിരിക്കുന്നു. അപ്പൊ ഹയാസും ഞങ്ങളും എല്ലാവരും കണ്ടിട്ടുന്ന്. ഹയാസ് എവിടെ? ഹയാസ് ഉറങ്ങിയ? ഹയാസ് ഉണ്ട്, ഹന്നയുണ്ട്, ഇക്കാക്കുണ്ട്, ഞാനുണ്ട്. അപ്പൊ ഞങ്ങള് ഹയാസിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. ഹയാസ് വീട്ടിൽ നിന്ന് നുറുക്കൊക്കെ ആയിട്ടാണ് പോന്നേക്കണത്. ബാക്കിലിരുന്നത് നം 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 ആണ്. അപ്പൊ ഇന്ന് ഹയാസിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹയാസിനെ ബ്രീത്തിങ്ങിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഒന്ന് പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യിക്കാന്ന് ഓർത്തു. അപ്പൊ അത് വേണ്ടിട്ട് പോവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹയാസിന് വേണ്ടിട്ട് ഒരു കിഡിലൻ പർച്ചേസിംഗ് ഒക്കെ നടത്താനുണ്ട്. ഹയാസിന്റെ ആനുവൽ ഡേ ആണ് അടുത്ത വ്യാഴാഴ്ച കേട്ടോ, 20th ഫെബ്രുവരിക്ക് അല്ലെ? എന്തൊക്കെ പരിപാടിക്ക് ഉണ്ട്? കഴിഞ്ഞ നമ്മൾക്ക് നഫീനുണ്ട്, പിന്നെ എന്തോ ഒരു പരിപാടിക്കുണ്ട്. എന്തോ പരിപാടിയാ? ഫലസ്തീനോ? ഡ്രാമയാണോ ഇപ്രാവശ്യം? ഡ്രാമ ഉണ്ടോ? എന്തൊന്നാണ് പ്രോഗ്രാംസ് എന്നൊന്നും എനിക്കറിയില്ല. ദഫിനുണ്ട്. ഉമ്മിന് ഇട്ടോ? ഉമ്മി അത്ര 4 പേരുണ്ട്. പിന്നെ കുട്ടികളൊക്കെ മീനാണ് കുട്ടി. അതൊക്കെ ഹയാസിന്റെ ഫ്രണ്ട്സിന്റെ പേരാണ്ടി പറയണത്. ഉമ്മി മാത്രം നെട്ടുള്ളൂ. അബനെട്ടോ? അബനെട്ടോ? അബൻ പിന്നെ ഷാഹുലും തല്ലുടിക്കുന്ന അവരാണ് പട്ടാളക്കാര്. നീ ആരാണ്? അതാണോ? ഹയാസിന്റെ എന്താ ഉമ്മക്ക്? ഉമ്മയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്നിപ്പോ അബ്ബാന്ന് വിളിച്ച് പെട്ടെന്ന് അറിയാണ്ട്. ഇപ്രാവശ്യത്തെ ഹയാസിന്റെ ആനുവൽ ഡേ ഭയങ്കര സ്പെഷ്യലാണ്. ഒന്നാമത്തെ കാര്യം, നമ്മള് ഇപ്പൊ ഹയാസ് പഠിക്കുന്ന സ്കൂളില് ആകെ 3 വർഷത്തെ കോഴ്സാണ്. അപ്പൊ അത് ഈ പ്രാവശ്യത്തോടുകൂടി കഴിയാണ്. ഹയാസ് 10 കംപ്ലീറ്റ് ചെയ്തതിന്റെ കോൺവക്കേഷൻ സെറിമണി ഒക്കെ ഉണ്ട്. നമ്മൾ ഈ വലിയ കുട്ടികളുടെ അങ്ങനെയൊക്കെ അല്ലേ ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ കണ്ടേക്കണത്. അപ്പൊ ഇവരുടെ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ട്. മറ്റേ ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് ബ്ലാക്ക് ക്യാപ്പ് ഒക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ് ഒക്കെയാണ് പരിപാടി. അപ്പൊ ഹയാസിന് അതിന്റെ കുറച്ച് ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്താനുണ്ട്. ഹംന ഹായ് പറഞ്ഞ ടാറ്റ കൊടുത്ത്. ടാറ്റാ ടാറ്റാ. ഹംനാനെ കൊണ്ടുപോവാതെ ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോയേക്കായിരുന്നു. അപ്പൊ ഓഫീസിൽ പോയി തിരിച്ചു വന്നപ്പോ ഹംനാക്ക് ഭയങ്കര മൂഡ് ഔട്ടായി. അപ്പയും കൊച്ചും കൂടി നിന്ന് നുറുക്ക് കഴിക്കണ, രണ്ടുപേരുടെ നുറുക്ക് കഴിച്ചോണ്ടിരിക്കാണ്. ഹംനാക്ക് മൂഡ് ഔട്ടായി. കാരണം ഹംനാക്ക് ഇപ്പൊ ഭയങ്കര പേടിയായിരുന്നു. ഇനി ഞങ്ങൾ കൊണ്ടുപോവോ വീട്ടിലാക്കിട്ട് പോരോന്നൊക്കെ. വർത്താനം പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ? ഹംന നോക്കണോ? അയ്യോ ഹംന കൊടുക്കരുതിട്ടാ. ഹംന കൊടുത്ത മേത്ത് മുത്താക്കും. വേണ്ട, എനിക്കിന് വേണ്ട. നീ അവിടെ പയ്യിരുന്ന് കഴിച്ചോ ഹംന കാണാണ്ട്. ഞങ്ങളുടെ ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോസില് കുറച്ച് പേര് കോമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളുടെ ജോലി, എന്താ ജോലി എന്നുള്ളത്, ജോബ് എന്താന്ന് പറയുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കോമന്റ് ഞാൻ കാണുന്നുണ്ട്. അതിന് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാതിരിക്കുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പൊ ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യാം കേട്ടോ. അതൊരു സിമ്പിൾ ആയിട്ട് പറയുമ്പോ പിന്നെയും അവിടെ എനിക്ക് എന്താണ് റോള് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചു വരും. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടുവാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളെ പറ്റി ഇന്നാ ഹംനാക്ക് വേണം. അപ്പൊ ഞങ്ങളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണ്, നമ്മളുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവരാണ് ഈ കമന്റ് ഇടണേന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന് മനഃപൂർവ്വം റിപ്ലൈ തരാത്തതാണ്. അല്ലാതെ എനിക്ക് ജാഡയായിട്ടോ പറയാനായിട്ട് പറ്റാത്ത കൊണ്ടൊന്നുമല്ല. ഈ ഒരു കാരണം കൊണ്ടാണ്. സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു കഴിയുമ്പോ എല്ലാരും ചോദിക്കും അവിടെ എന്താ എന്റെ റോളെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് അവിടെ എന്താ റോള്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി ഷോർട്ട് വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓഫീസും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ വർക്കിന്റെ ഒരു നേച്ചറും എല്ലാമായിട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അല്ലേ കാക്ക? അതല്ലേ നല്ലത്? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ഇക്കാക്കായിട്ട് സംസാരിച്ചപ്പോഴും ഇക്കാക്ക പറഞ്ഞ അങ്ങനെ തന്നെയാണ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഞങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വരുമാനം, കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ.
അപ്പൊ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഹംന ഇവിടെ ഇരുന്ന് പുരുപുരു ഹംനാക്ക് നുറുക്ക് കൊടുക്കാത്തതിന്റെ ഉണ്ടോ എന്താ? ഹംനയുടെ മുടി ഇങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ ചുരുളമുടിയാണോ? ചുരുളമുടിയാണ് ഹംനയുടെ. എന്റെ മുടി കൂട്ടുള്ള മുടിയാണ്. നമുക്ക് സ്ട്രെയിറ്റ്നർ വാങ്ങിക്കാട്ടെ. സ്ട്രെയിറ്റ് ചെയ്യാം. എന്താ എന്താ ഉമ്മക്ക്? ഹംനാക്ക് നുറുക്കന്നില്ലേ ഇക്കാക്ക? ഹംനയുടെ പല്ല് കാണിച്ചോടത്തെ. ഈ നാക്കല്ല പല്ല്. വയലിടല്ലേ. നേരെ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ടാറ്റ കൊടുത്തേ. ഓ 18:45. ഇതിടെ ഷൂസ് ഇട. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഗീ കേക്ക് വാങ്ങിച്ചിട്ട് ഹംനാക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. പൊട്ടിക്കാൻ പറ്റുള്ള അല്ല അങ്ങനെ എടുത്തതാ. മറ്റേന്ന് ഇങ്ങനെ പിച്ചെടുക്കാൻ പറ്റൂല. അളിഞ്ഞുപോയി. ഹയാസിന് എക്സ്റേ ഒക്കെ എടുത്ത്. അപ്പൊ ചെറിയൊരു അഡിനോയിഡിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല. ഹംനാക്ക് ഗീക്ക് കൊടുക്കണ. ഹംനാക്ക് മാത്രല്ല കേട്ടാ, കൊറേ സമയം എടുത്താണ്. നന്നായിട്ട് വിശക്കുണ്ട്. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഹയാസ് വീട്ടിൽ നിന്ന് നുറുക്കുന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമ്മളിനി പോവാൻ പോണത് ഹയാസിന്റെ ആനുവൽ ഡേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ്. ഹയാസിനൊരു കുർത്ത തയ്പ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പരാഗ് ഫാഷൻ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അവിടെ നിന്ന് കുർത്തയുടെ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാൻ കൊടുക്കാന്നാണ് വിചാരിച്ചേക്കണത്. അപ്പൊ എന്തായാലും അത് വാങ്ങിക്കാൻ പോണ. വിശക്കണ്ട ഹയാസിന്? പിന്നെ വിശക്കൂലല്ലോ ഇതുപോലെ. എന്തെങ്കിലും കഴിക്കാൻ പോണോ ഇനി? എന്താ ഹയാസിന് ഷവർമ കഴിക്കാൻ പോണോ? ഹയാസ് നമ്മുടെ ഇവിടെ അങ്ങനെ വരാറില്ലല്ലോ. അപ്പൊ ഇന്ന് ഷവർമ കഴിക്കാൻ പോണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറ്റിയാ നമുക്ക് ഷവർമ കഴിക്കാൻ പോവാം. ഇക്കാക ആകെ പോക്കറ്റ് കാലിയാവൂന്ന് പറഞ്ഞിട്ട് ഇപ്പഴേ മുഖമൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം.
നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി സൈഡ് ആക്കിയതുണ്ട്. അപ്പൊ ഒരു ഷോപ്പ് കണ്ട് അവിടെ കേറി കിഡിലൻ എന്ന് പറഞ്ഞപ്പോ ഒരു കിഡിലൻ കളക്ഷൻസ് ഇട്ടാ പിള്ളേരുടെ കുർത്ത. വെറുതെ ഞാൻ ഇക്കാലത്ത് പറഞ്ഞാണ് നമുക്കൊന്ന് കയറി നോക്കാം അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞ് കേറിയിട്ടാണ്. അടിപൊളി സാധനം, ഒന്നും പറയണ്ട. നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടിയിട്ടാ. ഞാൻ പറഞ്ഞില്ലേ പരാഗില് പോയിട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാം എന്നുള്ള മൈൻഡിലാണ് ഇരുന്ന് വെച്ചത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പം കിഡിലോസ്കി ആയിട്ട് സാധനം കിട്ടി. അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എടുത്തും തന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. റേറ്റ് കുറവിന്റെ ഉണ്ട്, കുർത്ത മാത്രമായിട്ടുണ്ട്. നമ്മളിപ്പോ സെറ്റ് ആയിട്ട് എടുത്തത്, കുർത്തയും പാന്റും കൂടി ആയിട്ട് സെറ്റ് ആയിട്ടാണ് എടുത്തത്. എത്രയാണ്? 920 റുപ്പീസ് ഇട്ട് ഇവന്റെ സൈസിന് 6 ഇയേഴ്സിന്. അടിപൊളി സാധനം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിനി എന്തായാലും കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പൊ എന്തായാലും അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിനാണ് എടുത്തേക്കുന്നത്. എനിക്ക് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ഇവന്റെ ഷോൾഡർ ഒക്കെ ഇനി പക്കയായിട്ട് കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ റെഡിമെയ്ഡിലേക്ക് നോക്കാണ്ടിരുന്നത്. പക്ഷെ ആ ഷോപ്പ് കണ്ടപ്പോ അതിന്റെ ഡിസ്പ്ലേയിൽ ഇട്ടേണ നല്ല അടിപൊളി സംഭവങ്ങളാണ്. അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. കയറിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇൻഷാല്ലാ എന്തായാലും ഡ്രസ്സ് എടുക്കല് അടിപൊളിയായിട്ട് നടന്നല്ലേ ഹയാസെ? അപ്പൊ ഇനി ഹയാസിന്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് നമുക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം ഹയാസിനെ അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഞങ്ങള് ഹയാസിന് എന്ത് വാങ്ങിക്കാൻ വന്നേക്കാണ്? ഹയാസിന് മാത്രല്ല, ഉമ്മാക്കും ഉണ്ട്, അബ്ബാക്കും ഉണ്ട്, ഹംനാക്കും ഉണ്ട്, ഹയാസിക്കാക്കും ഉണ്ട്. ഹയാസിന്റെ മാല എക്സറേ എടുത്ത പൂരി തന്നതാണ്ടാ. അത് കണ്ടിട്ടാണ് ഈ ഹംന കിടന്ന് വേണം വേണം എന്നുള്ള വാശി. നമുക്കപ്പൊ പോയി ഒരു ഷവർമ തട്ടിട്ട് വരാം. വരൂ ഗൈസ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളിത് ഷവർമയൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി നല്ല സെറ്റായിട്ട് ഇവിടെ ടർഫിന്റെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ട. ഹംനയ ഒട്ടും സമ്മതിക്കല്ല, ഹംന ഇറങ്ങി പോവാണ്. ഹയാസ് ഇവിടെ ഇരുന്ന് ഈ ടർഫിന്റെ ഇവിടുത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇത് പെറുക്കിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. ഹയാസ് ഇതേ ടർഫിന്റെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ ഈ മാറ്റിന്റെ അടിയിൽ ഇട്ടേക്കണേന്ന് തോന്നുന്നു. മാറ്റിന്റെ മുകളിൽ ഇട്ടേക്കണേണ് ഈ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട്. അടിയിലല്ല കേട്ടോ, മുകളിൽ. അത് ഇങ്ങനെ ഇവിടെ നിന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങോട്ട് തെറിച്ച് പുറത്തേക്ക് വീണതാണ് പെറുക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോബ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. പിന്നെ ഹയാസിന് വാങ്ങിച്ച കുർത്തയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ. അതൊക്കെ ഇട്ട് നമുക്ക് ഹയാസിന്റെ ആനുവൽ ഡേക്ക് കാണാം. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.